അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആദരണീയരായ മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പരിശുദ്ധ റമളാനിനെ വരവേൽക്കാനും കുറച്ച് ദിവസങ്ങളായി ഇബാദത്തിൽ സജീവമാവാനും അവസരം തന്നു. ഓരോ ദിവസവും മനുഷ്യൻ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലുത് റബ്ബിനെ ഓർക്കാനും ദിക്ർ ചൊല്ലാനും മനുഷ്യനെ അള്ളാഹു തോന്നിപ്പിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റമളാനിലെ ഓരോ സമയത്തും അള്ളാഹുവിനെ ഓർക്കാൻ വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ട്. തഹജ്ജുദിൽ, അത്താഴത്തിൽ, സുബഹി ജമാഅത്തിൽ, തുടർന്നിങ്ങനെ ആ ദിവസം മുഴുവൻ അള്ളാഹുവിനെ ഓർത്തും റബ്ബിലുള്ള സ്മരണയിലുമായി കഴിഞ്ഞു കൂടാൻ മനുഷ്യന് സാഹചര്യമുണ്ട്. പക്ഷെ ചിലരെങ്കിലും എന്തുകൊണ്ടോ അശ്രദ്ധരായി പോകും. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല എന്ന് ഖുർആൻ ഒരു വിഭാഗത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈമാൻ കുറഞ്ഞു പോയ, നിഫാഖ് ജീവിതത്തിൽ കടന്നു വന്ന ആളുകളുടെ സ്വഭാവത്തെ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല എന്നാണ്. വളരെ കുറച്ചേ അവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരൂ എന്നാണ്. ഈ റമളാനിൽ പോലും നമ്മുടെ അവസ്ഥ അതാണോ എന്ന് നമ്മൾ ആലോചിക്കണം. നല്ല മുഅ്മിനീങ്ങളെ പരാമർശിച്ചിടത്ത് അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. ധാരാളം ദിക്ർ ചൊല്ലുന്ന പുരുഷനും സ്ത്രീയുമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട റബ്ബിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സാഹചര്യമൊരുങ്ങുന്ന സത്യവിശ്വാസികളെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്തുകൊണ്ടോ നമ്മളിതിൽ അശ്രദ്ധരായി പോവുകയാണ്. ഖുർആൻ നമ്മോട് പറയാറുണ്ട്, നിങ്ങൾ ഗാഫിലീങ്ങളായി പോകരുത്. റമളാനിലെ കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ എത്ര മണിക്കൂറുകളാണ് വലാ തക്കും മിനൽ ഗാഫിലീൻ എന്ന് ഖുർആൻ പറഞ്ഞ, നിങ്ങളൊരിക്കലും അശ്രദ്ധരാകരുത് എന്ന് നമ്മോട് പറഞ്ഞ ആ അശ്രദ്ധയിൽ നമ്മൾ വീണുപോയത് എന്ന് നമ്മൾ ഓർക്കണം. വെറുതെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാനുള്ള സമയത്തെ പോലും വെറുതെ വേസ്റ്റാക്കരുതെന്നാണ് ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞു, മനുഷ്യരെ ഖബറിലെത്തുമ്പോൾ എല്ലാ മനുഷ്യനും ഒന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് വദാക ഇല്ലാലി യുക്കബിറ തക്ബീറ ഔ യുഹല്ലില തഹ്ലീല. ഭൂമിയിലേക്കൊന്ന് മടങ്ങിപ്പോകണം, ഒരു സുബ്ഹാനല്ലാഹ് ഒന്ന് ചൊല്ലണം, ഒരു അൽഹംദുലില്ലാഹ് ഒന്ന് ചൊല്ലണം, ഒരു അല്ലാഹു അക്ബർ ഒന്ന് ചൊല്ലണം, എന്നിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂമിയിൽ ദീർഘകാലം ജീവിച്ച് പിന്നീട് മടങ്ങിപ്പോയ എല്ലാ മനുഷ്യരുമെന്ന് മഹത്തുക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റമളാനിൻ്റെ നല്ല രാവുകളിലും പകലുകളിലും പല ഇബാദത്തുകളും നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടത് ഓരോ സമയവുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിലും ആ സമയങ്ങൾ കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് മിനിറ്റുകൾ, മണിക്കൂറുകൾ നമുക്ക് ബാക്കിയാണ്. പകലിൽ ഫർളായ നിസ്കാരവും റവാത്തിബ് സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും ളുഹായും തറാവീഹും, ഇങ്ങനെ വളരെ നിർണിതമായ സമയത്തേക്ക് മാത്രമാണ് ഫിക്സ്ഡ് ആയ ചില ഇബാദത്തുകൾ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടത്. ബാക്കി ഒരുപാട് സമയമുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു ദിക്റുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായിരിക്കണം നമ്മുടെ ദിക്ർ. അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകാനുള്ള ഏറ്റവും ലളിതമായ മാർഗവുമാണ്. ദിക്ർ ചൊല്ലുന്നവരുടെ സമീപത്ത് റബ്ബുണ്ടാകുമെന്ന് ഹദീസിലുണ്ട്. അന ജലീസുമന ദക്കറനി എന്നൊരു ഹദീസ്. ദിക്ർ ചൊല്ലുന്നവൻ്റെ സമീപസ്ഥനാണ് ഞാൻ. മറ്റൊരിക്കൽ പടച്ച റബ്ബ് ഇങ്ങനെ പറഞ്ഞു, അന മഅഹു ഇദാ ദക്കറനി. അവരിങ്ങനെ ദിക്ർ ചൊല്ലുമ്പോഴൊക്കെ ഞാൻ അടുത്താണ്, ഞാൻ കൂടെയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ ഏറ്റവും ലളിതമായ വഴിയാണത്. നമ്മൾ ദിക്റൊന്നും ചൊല്ലിയില്ലെങ്കിലും, നമ്മളൊരു ഇബാദത്തും ചെയ്തില്ലെങ്കിലും റബ്ബിൻ്റെ റഹ്മത്ത് നമ്മിൽ ധാരാളമാണ്. നിർണ്ണയിക്കാൻ കഴിയില്ല, എണ്ണി തീർക്കാൻ കഴിയില്ല, വിശദീകരിച്ച് പൂർത്തീകരിക്കാനാവില്ല. ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. പടച്ച റബ്ബിൻ്റെ പ്രയോഗം നോക്കൂ. ഒരുപാട് തെറ്റ് ചെയ്തു പോയ മനുഷ്യൻ അതൊക്കെ നിർത്തി തൗബ ചെയ്തു, നന്നാവാൻ തീരുമാനിച്ചു, സൽക്കർമ്മങ്ങളിൽ സജീവമാവാൻ തീരുമാനമെടുത്തു. എന്നാൽ അവനെ അള്ളാഹു സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അവന് അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് അവന് ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പാപം ചെയ്തവനാണെങ്കിലും ഒന്ന് തൗബ ചെയ്യാൻ തയ്യാറായാൽ നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നവരാണ്. ഇനി അതിൽ നമ്മൾ ഉൾപ്പെടുന്നില്ലെങ്കിലോ വകാന ബിൽ മുഅ്മിനീന റഹീമ. അള്ളാഹു തആല പറയുകയാണ്, മുഅ്മിനീങ്ങൾക്ക് എൻ്റെ റഹ്മത്ത് ധാരാളമായി ലഭിക്കും.
നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ ഇബാദുകളല്ലേ? ഇനി അതിലും ഉൾപ്പെടാൻ, ഒരു മുഅ്മിൻ എന്ന് പറയുന്ന സവിശേഷതയിലേക്ക് വളരാൻ നമ്മളായിട്ടില്ലെങ്കിലോ അള്ളാഹിൻ്റെ റഹ്മത്ത് നമ്മിൽ നിന്ന് അകന്നു നിൽക്കില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ. എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട്. ഒരു ഷെയ് എന്ന് വിളിക്കപ്പെടാൻ നമ്മൾ എന്തായാലും അർഹരാണല്ലോ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മിൽ നിന്ന് അകന്നു പോകില്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കൂടി വീണ്ടും പറഞ്ഞു, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ. വലിയ മുസീബത്തുകളൊക്കെ സംഭവിക്കുന്ന സമയം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. ഇനി നമ്മൾ മേലെ പറഞ്ഞ 3 വിഭാഗത്തിലും ഉൾപ്പെടാൻ അർഹരല്ല എന്ന് പറഞ്ഞാൽ പോലും പ്രതിസന്ധി വരുമ്പോൾ റബ്ബേ ഇന്നാ ലില്ലാഹ് എന്ന് ചൊല്ലുന്നവരല്ലേ നമ്മൾ, അവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. റബ്ബിൻ്റെ റഹ്മത്തൊരു നിമിഷം പോലും നമ്മിൽ നിന്ന് അകന്നു പോകില്ല. ആരൊക്കെ നമ്മെ ആട്ടിയോടിച്ചാലും അള്ളാഹു തആല നമ്മെ അകറ്റി നിർത്തില്ല. ആരൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തിയാലും അള്ളാഹു നമ്മെ ഒറ്റപ്പെടുത്തുകയില്ല. ആരൊക്കെ നമ്മെ പരിഹസിച്ചാലും അള്ളാഹു തആല നമ്മെ പരിഹസിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു പ്രയോഗം കാണാം, വമാ കാന റബ്ബുക നസിയ്യ. നിൻ്റെ റബ്ബ് ഒരു നിമിഷം പോലും നിന്നെ മറക്കാത്തവനാണ്. ആ റബ്ബ് ഖുർആനിൽ ഇങ്ങനെ കൂടി നമ്മോട് പറയുകയാണ്, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. നിങ്ങളെ തൗബ സ്വീകരിക്കാനൊക്കെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ആ റബ്ബ് വീണ്ടും നമ്മോട് പറയുകയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നിങ്ങളൊരിക്കലും നിരാശരായി പോകരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശരാകരുത്. അള്ളാഹു തന്നെ വീണ്ടും ഇങ്ങനെ കൂടി ഓർമ്മപ്പെടുത്തി, ലാ തഹസൻ. നിങ്ങൾ ടെൻഷൻ ആകരുത്. നമ്മുടെ പ്രശ്നം എന്താ? തിന്മകളാണ്. തെറ്റുകൾ ഒരുപാട് സംഭവിച്ചു പോയി. ഇനി അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ എന്നിലേക്ക് വന്നു ചേരുമോ എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഇല്ല. നമുക്ക് മടങ്ങി വരാൻ സാഹചര്യമുണ്ട്. നമ്മളെ സ്വീകരിക്കാൻ റബ്ബുണ്ട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നിങ്ങളെ ദോഷങ്ങളൊക്കെയും അള്ളാഹു പുറത്തു തരും. എന്തേ ചെയ്യേണ്ടതുള്ളൂ? ചെയ്തു വന്ന തെറ്റുകളൊക്കെ ഒന്ന് നിർത്തണം, തൗബയൊന്ന് ചെയ്യണം, തിന്മയിൽ തുടരണ്ട എന്ന് തീരുമാനിക്കണം. ഖുർആൻ പറഞ്ഞതുപോലെ, ഇൻ യൻതഹു യഗ്ഫർ ലഹും മാ ഖദ് സലഫ്. ഇതുവരെ ചെയ്തു വന്ന തിന്മകളൊന്ന് നിർത്താൻ അവർ റെഡിയെങ്കിൽ പൊറുക്കാൻ റെഡിയുള്ള റബ്ബാണ് നമ്മുടെ അല്ലാഹു തആല. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കാനുള്ള മറ്റൊരു മാനദണ്ഡം അല്ലാഹു പറഞ്ഞു, വലം യുസിറു അലാ മാ ഫഅലു. ചെയ്തു വന്ന തെറ്റിൽ തുടരാതിരിക്കൂ. സ്വീകരിക്കാൻ റബ്ബ് റെഡി. അല്ലാഹു തആല നമ്മിൽ ഒരാളെയും അകറ്റുകയില്ല. അല്ലാഹു തആല നമ്മിൽ ഒരാളെയും ഒരു നിമിഷം പോലും മറക്കുകയില്ല. അല്ലാഹു തആല ഒരു നിമിഷം പോലും നമ്മുടെ കാര്യത്തിൽ അശ്രദ്ധനാവുകയില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം. ഒരശ്രദ്ധയും നമ്മുടെ വിഷയത്തിൽ റബ്ബിന് വരില്ല. എല്ലാ നിമിഷവും നമ്മെ ഓർക്കുന്ന, എല്ലാ നിമിഷവും നമുക്ക് വേണ്ടി കോടിക്കണക്കായ അനുഗ്രഹങ്ങളെ തരുന്ന അള്ളാഹുവാണ് നമ്മെ വിളിക്കുന്നത്. ഫഫിറു ഇലല്ലാഹ്. നിങ്ങൾ ഓടി വരണേ അള്ളാഹുവിലേക്ക് എന്ന്. അള്ളാഹു സ്വീകരിക്കും. ആരൊക്കെ സ്വീകരിച്ചില്ലെങ്കിലും അള്ളാഹു സ്വീകരിക്കും. ആരൊക്കെ നമ്മെ അടുപ്പിക്കുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ ചേർത്തി നിർത്തും. റബ്ബിലേക്ക് ഓടിപ്പോവുക. വാഖിറു ദഅവതന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.